ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും വായിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ലല്ലോ. സോ റിവിഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തു പോവുക. എല്ലാ വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പുതിയ വീഡിയോസ് കാണുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പം നിങ്ങൾ ഈ റെഗുലറായിട്ട് റിവിഷൻ കൂടി ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മൈൻഡിലിരിക്കും. ഓക്കെ, അപ്പം നമ്മളത് മറന്നു പോകാനുള്ള ചാൻസസ് പിന്നെ നോക്കുക വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഈ ഒരു ആൻസറിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് റിവൈസ്ഡ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസ് എന്നൊരു ചാപ്റ്ററിൽ നിന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സെക്ഷൻ 9 and 10 ആയിരുന്നു അതിൻ്റെ ആൻസറിൻ്റെ പ്രൊവിഷൻ പാർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. യെസ്, അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാതെ തന്നെ എന്തായിരുന്നു സിറ്റുവേഷൻ എന്നും എന്തായിരുന്നു അവിടുത്തെ പ്രോബ്ലം എന്തായിരുന്നു, അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു എന്നുള്ളതും അവിടുത്തെ സൊല്യൂഷൻ എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും, എവിടെയും പോകില്ല. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിട്ടു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആൻസർ നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആ ഒരു ആൻസർ കൂടെ നിങ്ങൾ ഇന്നെടുത്ത് വായിച്ച് നോക്കുക. ഓക്കെ, ഇനി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ഒന്ന് ഫ്രെയിം ചെയ്തും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫാർ ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തേർഡ് പാർട്ടി പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് സ്യൂട്ട് ഫോർ ഡാമേജസ് സെക്ഷൻ 73 പഠിച്ചു. നമ്മൾ മണാലിക്ക് പോയ കഥ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഓർമ്മയുണ്ടല്ലോ. സോ അതും നിങ്ങളെടുത്ത് ഒന്നുകൂടെ വായിച്ച് നോക്കുക. ദെൻ കമ്പനീസ് ആക്ടിൽ നിന്ന് ഡോക്ടറിൻ ഓഫ് അൾട്രാ വയർസ് അതുപോലെ തന്നെ MOA ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി എക്സ്റ്റേണൽ പാർട്ടി കമ്പനിയായിട്ട് ഡീൽ ചെയ്യാൻ വരുമ്പോൾ MOAയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷനിലെത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ മൂന്നാമത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, കൈൻഡ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരീഡ് എന്താണ് എന്നുള്ളതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ മൈനറിനെ ഒരു പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ തന്നെ എങ്ങനെ എന്നുള്ളൊരു സെക്ഷനെ ഡീൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 30 ആയിരുന്നു. 6 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ അറ്റംപ്റ്റ്സുകളിൽ ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് കൂടെ നിങ്ങളൊന്ന് വായിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഭാഗം നമ്മൾ കവർ ചെയ്ത് പോവുകയാണ് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. മെസ്സേഴ്സ് ABC അസോസിയേറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കാം. It's a partnership firm since 1990. Mr. A, B and C were partners in the firm since the beginning. അവർ തുടക്കം തൊട്ടുള്ള പാർട്ട്നേഴ്സ് A, B and C ആണ്. അതിൽ A എന്ന് പറയുന്നത് ഒരു സീരിയസ് പാർട്ട്ണർ ആയിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്ക് 78 years ഉണ്ടായിരുന്നു. And he wants to transfer his share in the firm to his son, Mr. Pradeep, a chartered accountant. ഓക്കെ, അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ മിസ്റ്റർ B and C were not interested. ഓക്കെ, മിസ്റ്റർ പ്രദീഖിനെ അവരുടെ പാർട്ട്ണറായിട്ട് മെസ്സേഴ്സ് ABC അസോസിയേറ്റ്സിലേക്ക് കൊണ്ടുവരാൻ Bക്കും Cക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് സംഹൗ ആഫ്റ്റർ സം ടൈം മിസ്റ്റർ പ്രദീഖ് ഫെൽറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെർ ഡിസ്പ്ലേയിങ് ഓൺലി എ സ്മോൾ എമൗണ്ട് ആസ് പ്രോഫിറ്റ് ഡിസ്പൈറ്റ് എ ഹ്യൂജ് ടേൺ ഓവർ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണല്ലോ, പുള്ളിയുടെ പണിയെടുത്തു, കണ്ടുപിടിച്ചു അവിടെ എന്തൊക്കെയൊക്കെയോ അട്ടിമറികൾ നടക്കുന്നുണ്ട്. ആൻഡ് ഹി വാണ്ടഡ് ടു ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ഫേം, ആർഗ്യൂയിങ് ദാറ്റ് എന്ത് പറഞ്ഞു, ഇറ്റ് ഈസ് ഹിസ് എൻറ്റൈറ്റിൽമെൻറ്റ് എസെറ്റ് ട്രാൻസ്ഫർ ഇവിടുത്തെ ഒരു ഷെയർ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് കൊണ്ട് ഐ എം എൻറ്റൈറ്റിൽഡ് ടു
നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യാൻ, ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്. പക്ഷേ എന്ത് ചെയ്തു, ദ അതർ പാർട്ട്നേഴ്സ്, അതായത് മിസ്റ്റർ ബി ആൻഡ് സി ബിലീവ്ഡ് ദാറ്റ് ഹി കൻ നോട്ട് ചലഞ്ച് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മിസ്റ്റർ ബി ആൻഡ് സി എന്ത് ചെയ്തു, ആർഗ്യൂ ചെയ്തു. ഇവിടെ നമ്മളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ക്യാൻ മിസ്റ്റർ പ്രദീപ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട്ണർ ഇഫ് ദ ഫാദർ വാണ്ട്സ് ടു ഗെറ്റ് എ റിട്ടയർമെൻറ്റ്. മിസ്റ്റർ എക്ക് ഒരു റിട്ടയർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ സണ്ണിനെ മിസ്റ്റർ പ്രദീപിനെ ഈ പറഞ്ഞ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ. യെസ് ആണെന്നുണ്ടെങ്കിലും നോ ആണെന്നുണ്ടെങ്കിലും വിത്ത് പ്രൊവിഷൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വാലിഡേറ്റ് ചെയ്യണം. ആൻഡ് നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ആസ് ആൻ അഡ്വൈസർ ഹെൽപ്പ് ദം ടു റിസോൾവ് ദ ഇഷ്യൂ അപ്ലൈയിങ് നെസസറി പ്രൊവിഷൻസ് ഫ്രം ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള 2 ചോദ്യം കിട്ടില്ല. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലായല്ലോ. 1 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, 2 നമ്മളൊരു അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് യെസ് ആണോ നോ ആണോ? ക്യാൻ മിസ്റ്റർ പ്രദീപ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട്ണർ ഇഫ് ദ ഫാദർ വാണ്ട്സ് ടു ഗെറ്റ് എ റിട്ടയർമെൻറ്റ്? ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഓൾറെഡി ഒരു ആൻസർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻസർ ശരിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? നമ്മൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. സോ ഇവിടെ നമ്മുടെ ആക്ട് ഏതാണെന്നുള്ളത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്, പ്ലസ് നമ്മളൊരു അഡ്വൈസ് കൊടുക്കണം. അഡ്വൈസ് കൊടുക്കുമ്പോൾ അതിനകത്ത് പക്ക പ്രൊവിഷൻ മാത്രമായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ചെറിയൊരു കൺക്ലൂഷനും കൂടെ ഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ ഏത് യൂണിറ്റിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ പറയുന്നത് നമ്മളെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ്റെ ഒരു കാര്യമല്ലേ. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് 1990 തൊട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ യൂണിറ്റ് 2-ൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായി. ഇനി യൂണിറ്റ് 2-ൽ തന്നെ എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ മൈനറിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൈനറിനെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ഒരു പാർട്ട്ണറായിട്ട് നമ്മുടെ ഫേമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു മാൻഡേറ്ററി കണ്ടീഷൻ ഉണ്ടായിരുന്നു, വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. ബാക്കി എല്ലാ പാർട്ട്നേഴ്സിൻ്റെ എന്ത് വേണം, കൺസെൻറ്റ് വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 31-ലാണ്. സെക്ഷൻ 31-ൽ ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണറിൽ നമ്മൾ പറയുന്നുണ്ട്, subject to the contract between partners and to the provisions regarding minors in a firm, no new partner can be introduced into firm. ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ്, വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു പുതിയ പാർട്ട്ണറിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം സെക്ഷൻ 31 സബ്സെക്ഷൻ 1 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനെ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ യെസ് ഓർ നോ ചോദ്യത്തിന് ആൻസർ കൊടുക്കേണ്ടത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്യാൻ മിസ്റ്റർ പ്രദീപ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട്ണർ ഇഫ് മിസ്റ്റർ എ വോണ്ട്സ് ടു ഗെറ്റ് എ റിട്ടയർമെൻറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക? യെസ്, കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എന്ത് വേണം? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് all existing partners, that is in this case Mr. B and Mr. C. So അതായിരിക്കും നമ്മളുടെ ഒരു ഉത്തരം എന്നുള്ളത്. ആൻഡ് നമുക്ക് ഒരു സെക്ഷൻ കണ്ടുപിടിച്ചു, ഏതാണ്? സെക്ഷൻ 31. നമുക്ക് രണ്ടാമതൊരു കാര്യം കൂടെ ഇല്ല ഇതിനകത്തൊരു അഡ്വൈസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. അതായത് ഈ ട്രാൻസ്ഫറി ആയിട്ട് വന്നിട്ടുള്ള മിസ്റ്റർ പ്രദീപിന് ഇവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 29-ലാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. ഇവിടെ മിസ്റ്റർ എയുടെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് മിസ്റ്റർ പ്രദീകിന്. അപ്പോൾ മിസ്റ്റർ പ്രദീക് ഹിയർ ഇസ് എ ട്രാൻസ്ഫറി. ആൻഡ് ട്രാൻസ്ഫറിക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നത്. എന്തൊക്കെ റൈറ്റ്സ് ആണ്? ഷെയർ, ഫസ്റ്റ് ഓഫ് ഓൾ
ഒരു പാർട്ട്ണർഷിപ്പിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രൊവിഷൻ പറയുന്നത്. എന്താണ് എന്ന് വെച്ചാൽ ഷെയർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഇസ് ട്രാൻസ്ഫറബിൾ ലൈക്ക് എനി അതർ പ്രോപ്പർട്ടി ബട്ട് ആസ് ദ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് ഇസ് ബേസ്ഡ് ഓൺ എ മ്യൂച്വൽ കോൺഫിഡൻസ് ദ അസൈനി ഓഫ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ബൈ സെയിൽ ഓർ മോർഗേജ് ഓർ അതർവൈസ് എങ്ങനെയും ആയിക്കോട്ടെ, എങ്ങനെയും ട്രാൻസ്ഫർ ചെയ്തതായിക്കോട്ടെ cannot enjoy the same right and privileges as the original partner. അവിടെയാണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. cannot enjoy the same right and privileges as the original partner. അതായത് മിസ്റ്റർ എക്കുള്ള റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജസ് പോലെ തന്നെ മിസ്റ്റർ പ്രതീകിനും കിട്ടും എന്നുള്ളത് പോസിബിൾ അല്ല. മിസ്റ്റർ പ്രതീകിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ആ ഒരു ട്രാൻസ്ഫറിയുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഡ്യൂറിങ് ദ കണ്ടിന്യൂവൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് സച്ച് ട്രാൻസ്ഫർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു താഴെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫറിക്ക് എൻറ്റൈറ്റിൽമെൻറ്റ് ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. സോ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഇൻ്റർഫെയർ വിത്ത് ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. ഇവിടെ ബിസിനസ്സിൻ്റെ കണ്ടക്റ്റിൽ ഇൻ്റർഫെയർ ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അതപ്പം നമ്മളുടെ പോയിന്റ് അല്ല. ടു റിക്വയർ അക്കൗണ്ട്സ് റിക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ വാട്ട്, ടു ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് ദ ഫേം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇവിടെ മിസ്റ്റർ പ്രതീക് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ആസ് പെർ സെക്ഷൻ 29 ദ റൈറ്റ്സ് ഓഫ് എ ട്രാൻസ്ഫറി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ആണ്. എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിക്വയർ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ബുക്സ് ഓഫ് ദ ഫേം ഇൻസ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ എന്താണ് പുള്ളിക്ക് ഉള്ള എൻറ്റൈറ്റിൽമെൻ്റ് എന്ന് വെച്ചാൽ ഹീ ഈസ് ഓൺലി എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫറിങ് പാർട്ട്ണർ, ദാറ്റ് ഈസ് ഹി ക്യാൻ നോട്ട് ചലഞ്ച് ദ അക്കൗണ്ട്സ്. അപ്പോൾ മിസ്റ്റർ ബി ആൻഡ് സി ആണ് ഇവിടുത്തെ വിജയികൾ. ഓക്കെ, സോ മിസ്റ്റർ ബി ആൻഡ് സി പറഞ്ഞതുപോലെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ചലഞ്ച് ചെയ്യാനുള്ള എൻറ്റൈറ്റിൽമെൻറ്റ് ആർക്കില്ല? ദ ട്രാൻസ്ഫറി ആയിട്ടുള്ള മിസ്റ്റർ പ്രതീകിന് ഇല്ല എന്നുള്ളതാണ് സെക്ഷൻ 29 നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ട അഡ്വൈസ് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനും കണ്ടുപിടിച്ചു. ഏതാണ്? സെക്ഷൻ 29. ഓക്കെ, സോ ഇങ്ങനെ വേണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട്. ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്? ആ ചാപ്റ്ററിൽ തന്നെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ യൂണിറ്റ്സിലും ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കുറേ കാര്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യത്തിൽ വരുന്നത് 1-2 കാര്യങ്ങളായിരിക്കും. അത് കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് പഠിച്ചത് എന്നുള്ളത് നമ്മൾ സ്പോട്ട് ചെയ്യണം ഓൺ ടൈമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഒരു ഫ്ലോയിൽ അതൊന്ന് സ്പോട്ട് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്തു, ഏത് ആക്ട് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ആക്ടിൽ തന്നെ ഡിഫറെൻറ്റ് 3 യൂണിറ്റ്സ് ഉണ്ടല്ലേ നമുക്ക്. അപ്പോൾ അതിൽ 2ാമത്തെ യൂണിറ്റ്സിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലായി. ആ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏത് സിറ്റുവേഷനാണ്, ഏത് പ്രൊവിഷനാണ് നമ്മുടെ ഈ സിറ്റുവേഷന് അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ നമ്മുടെ സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? സെക്ഷൻ 31 and 29. ഇൻ കേസ് നിങ്ങൾക്ക് സെക്ഷൻ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ പോലും ഏരിയ കണ്ടുപിടിക്കാം. കറക്റ്റായിട്ട് പ്രൊവിഷൻ കറക്റ്റായിട്ട് വരുന്നത് പോലെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സെക്ഷൻ എന്ത് ചെയ്യുക? കോട്ട് ചെയ്യുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ച് നിങ്ങളത് കോട്ട് ചെയ്യുക. കോൺഫിഡൻസ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ പോലും കോൺഫിഡൻസിൻ്റെ അല്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾ സെക്ഷൻ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, നിങ്ങൾക്കൊരു ഷുവർട്ടി ഉണ്ടാവണം. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ട, കോട്ട് ചെയ്യേണ്ട. ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, അനലൈസ് ചെയ്തു, ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഏതാണ് പ്രൊവിഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ചടങ്ങ്? നമ്മൾ ആൻസർ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക. നമ്മുടെ ഫോർമാറ്റ് ഓർമ്മയുണ്ടല്ലോ, പ്രൊവിഷൻ, അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്ത് പോവാം. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രൊവിഷൻസ് ഒക്കെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ദെൻ ഈ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ 2 പാർട്ടായിട്ട്, ഫസ്റ്റ് പാർട്ടിൽ മിസ്റ്റർ പ്രതീകിനെ പാർട്ട്ണറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനൊരു ആൻസർ കൊടുക്കുന്ന രീതിയിൽ, പിന്നെ 2ാമത്തെ ഒരു അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ആൻസർ ഫ്രെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്ത് എഴുതിക്കോളൂ. നമ്മളുടെ ആൻസർ ഷീറ്റാണ്, ഇതൊന്ന് എഴുതിയിട്ട് തന്നെ നിങ്ങൾ എഴുതുക. നമ്മൾ ഫ്രണ്ടിലോട്ട് തന്നെ നടുക്കോട്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പറും, ഇപ്പോൾ സപ്പോസ് ഇതൊരു ക്വസ്റ്റ്യൻ നമ്പർ 5 ആണെന്നിരിക്കട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 5B എന്നുള്ളത് നമ്മൾ നടുക്കോട്ട് തന്നെ, അതായത് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് അവരറിയണം, അത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, അത് നമ്മൾ അറിയിച്ചിരിക്കുന്നു. ദെൻ ഫസ്റ്റ് പാരഗ്രാഫ്
പ്രൊവിഷൻ നിങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് പാരഗ്രാഫിൻ്റെ നെയിമൊക്കെ കൊടുത്ത് എഴുതുവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊവിഷൻ ഏതൊക്കെയായിരുന്നു? ആസ് പെർ സെക്ഷൻ 31 ഓഫ് ഏതാണ് ആക്ട്? ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. എന്താണ് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ. ന്യൂ പാർട്ട്ണർ എന്താണ്? നോ ന്യൂ പാർട്ട്ണർ shall be introduced to a firm എങ്ങനെ? without the consent of all existing partners. അല്ലെങ്കിൽ നമുക്ക് യുനാനിമസ് കൺസെന്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, ദെൻ അതായിരുന്നു ഒന്നാമത്തെ പ്രൊവിഷൻ നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. നമുക്ക് എന്താണ് പറയാനുള്ളത്? ആസ് പെർ സെക്ഷൻ 29 എന്താണ് ഡീൽ ചെയ്യുന്നത്? റൈറ്റ്സ് ഓഫ് ആരുടെ? ട്രാൻസ്ഫറി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഷെയറിന് പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും, ലൈക്ക് എനി അതർ പ്രോപ്പർട്ടി. ബട്ട് ദ ട്രാൻസ്ഫറി കനോട്ട് എൻജോയ് ഓൾ ദ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ആസ് ദ ഒറിജിനൽ പാർട്ട്ണർ എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യുക. പിന്നെ ആ റെസ്ട്രിക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്താണ് നമുക്ക് എഴുതേണ്ടത്? The share in a partnership firm can be transferred. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ലൈക്ക് എനി അതർ പ്രോപ്പർട്ടി. പക്ഷെ എന്താണ്? ബട്ട് the relationship between the partners is based on partnership relationship is based on partnership relationship is based on what? Mutual confidence. Yes, mutual confidence. Therefore, the transferee cannot enjoy what? All the rights and privileges as the original partnerനെ പോലെ എല്ലാ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ആർക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല? ദാറ്റ് ട്രാൻസ്ഫറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒറിജിനൽ പാർട്ട്ണർ. ഓക്കെ, the rights of transferee
is restricted. എന്തൊക്കെയാണ് restrictions? He is not entitled to involve in the conduct of business. First one എന്താണ്? Conduct of business. Then what? He is not entitled to require books or not entitled to inspect the books of accounts. Okay, so ഇത് രണ്ടെണ്ണമാണ് നമുക്ക് നമ്മുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ്സ്. സോ അത് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് നോ ന്യൂ പാർട്ട്ണർ ഷാൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സെക്ഷൻസ് ഏതൊക്കെയാണ് സെക്ഷൻ എന്നുള്ളത് നമ്മൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. The transferee cannot enjoy all the rights and privileges as the original partner എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അങ്ങനെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ പ്രൊവിഷൻ പാരഗ്രാഫ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി ഈ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കൺക്ലൂഷനിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണ് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. ഓക്കെ, മിസ്സസ് ABC അസോസിയേറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയാവും. സോ നമുക്ക് മിസ്റ്റർ എയുടെ കഥ തൊട്ട് നമുക്ക് തുടങ്ങാം. മിസ്റ്റർ എ being a senior partner wants to get retire and transfer his share to his son Mr. Pradeep. Mr. Pradeep later wanted to inspect the books of accounts and argued that it is his entitlement as transferee. Okay, പക്ഷെ എന്ത് സംഭവിച്ചു? But Mr. B and Mr. C argued that the transferee ബ്രാക്കറ്റിൽ ആരാണ് ഇവിടെ? മിസ്റ്റർ പ്രതീക് cannot challenge the books of accounts. Okay, സോ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ആൻഡ് ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. കൺക്ലൂഷനിൽ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ആസ് പെർ സെക്ഷൻ 31 and facts of the case
മിസ്റ്റർ പ്രതീക് ക്യാൻ ബി അപ്പോയിൻറ്റഡ്. മിസ്റ്റർ പ്രതീകിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത്. ക്യാൻ ബി അപ്പോയിൻറ്റഡ്. അപ്പോയിൻറ്റഡ് അല്ലല്ലോ നമ്മൾ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നത്? ഇൻട്രൊഡ്യൂസ്ഡ്. Can be introduced as partner if Mr. A wants to get retired. Retirement, but with the consent of all other partner എന്നുള്ളതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടെ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ, ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ആരൊക്കെയായിരുന്നു അവിടുത്തെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്? ദാറ്റ് ഈസ് മിസ്റ്റർ ബി ആൻഡ് മിസ്റ്റർ സി. ഓക്കെ, അപ്പോൾ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്, പക്ഷേ ബട്ട് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് രണ്ടാമത്തേതിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത് ആസ് പെർ സെക്ഷൻ 29 ആൻഡ് ഫാക്ട്സ് ഓഫ് ദ കേസ്. എന്താണ് സിറ്റുവേഷൻ? നമുക്ക് എന്താണ് മറുപടി പറയാൻ വേണ്ടി പറ്റുന്നത്? മിസ്റ്റർ പ്രതീക് ആസ് ട്രാൻസ്ഫറി cannot inspect or require what എന്ത് ചെയ്യാൻ പറ്റില്ല? The books of accounts of the firm. He is only entitled to receive the share of profit of the original partner. Okay, that is Mr. Pradeek cannot challenge the books of accounts. അത് ഒരു കീ പോയിന്റ് ആണ്. മിസ്റ്റർ പ്രതീകിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു കീ വേർഡ് ആണ്. മിസ്റ്റർ പ്രതീക് cannot challenge the books of accounts of ഏത്? മെസ്സേഴ്സ് ABC Associates. മെസ്സേഴ്സ് ABC Associates. Therefore the contention of അല്ലെങ്കിൽ the argument of Mr. B and C is right. Okay, Mr. B and Mr. C is right. So here comes നമ്മുടെ final answer, valid for a 6 marks. ഓക്കെ, 6 മാർക്സിന് വേണ്ടിയിട്ട് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ രണ്ടും കോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിറ്റുവേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ കണ്ണിലെത്താനായിട്ട് നമ്മൾ അണ്ടർലൈനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദോ ഹിയർ കംസ് നമ്മുടെ ആൻസർ. ആൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മെസ്സി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കൺക്ലൂഷനൊക്കെ പക്കായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 6 മാർക്സും ആയല്ലോ. ഇനി എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. 6 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, അപ്പം ആസ് ഓൾവേസ് നമ്മൾ പ്രൊവിഷൻ ആയിരിക്കും വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നുണ്ടാവുക. ഒരു 3 മാർക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. എവിടെ? പ്രൊവിഷനിൽ കൊടുക്കാം. പ്രൊവിഷനിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സെക്ഷൻ 31 ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വീഴുന്നത് ഒരു 1.5 മാർക്കായിരിക്കും നിങ്ങൾക്ക് വീഴുന്നുണ്ടാവുക, ഏതെങ്കിലും ഒരു സെക്ഷൻ നിങ്ങൾ കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ,
ആൻഡ് നമ്മുടെ അനാലിസിസിന് നമ്മൾ എപ്പോഴും ഒരു പറഞ്ഞതുപോലെ ഒരു 1 മാർക്കിൻ്റെ സ്കോപ്പായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. 1 മാർക്ക് ഫോർ അനാലിസിസ് ആൻഡ് കൺക്ലൂഷനിൽ നമുക്ക് 2 കൺക്ലൂഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. 1 മാർക്ക് ഫോർ ഈച്ച്, 2 മാർക്കാണ് ടോട്ടൽ നമ്മൾ കൺക്ലൂഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതിലൊരു കൺക്ലൂഷൻ നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, 1 മാർക്ക് കൂടെ പോകും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം കൺക്ലൂഷൻ നമ്മൾ സെപ്പറേറ്റ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിങ്ങനെ അല്ലാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2 സെപ്പറേറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് നമുക്ക് 1, 2 എന്ന് കൊടുത്ത് നമുക്ക് ആൻസർ ചെയ്ത് പോകാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാം. ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് അതിനകത്ത് തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ്, അനാലിസിസ്, കൺക്ലൂഷൻ വരുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് സെക്കൻഡായിട്ട് അടുത്ത ഒരു പ്രൊവിഷൻ കോട്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് അതിന് കൺക്ലൂഷൻ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്, അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് ട്രാൻസ്ഫറി ഓഫ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു പുതിയ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് ടോപ്പിക്കുകളും നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 29 ആൻഡ് 31 എന്ന് പറഞ്ഞ സെക്ഷൻസിൽ കിടപ്പുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ പഠിക്കുമ്പോൾ ഒരു പുതിയ പാർട്ട്ണർ ഒരു ഫേമിലേക്ക് വരുമ്പോൾ ആൾക്ക് എന്തൊക്കെ റൈറ്റ്സ് അവിടെ ഉണ്ട് എന്നുള്ള, എന്തൊക്കെ ഒബ്ലിഗേഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യവും സെക്ഷൻ 31 ഫർദർ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ഈ ടൈമിൽ ഒന്ന് വായിച്ച് നോക്കുക. ചിലപ്പം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. അതിന് എത്ര പേർക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ചെയ്യുക. ആൻഡ് എന്തെങ്കിലും മിസ്റ്റേക്സ് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ട്, ഏതെങ്കിലും സെക്ഷൻസ് മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക, റീറൈറ്റ് ചെയ്യുക ആൻസർ. നിങ്ങളുടെ ആൻസർ എത്രത്തോളം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നു അത്രയും നിങ്ങളുടെ ആൻസർ എന്തായിട്ട് വരും, ബെറ്റർ ആയിട്ട് തന്നെ വരും. സോ നിങ്ങൾ ആൻസർ റിപ്പീറ്റഡ് ആയിട്ട്, ഈവൻ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് അതിൽ ആൻസർ ചെയ്യുന്നതിന് ഒട്ടും മടി കാണിക്കേണ്ട. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാ ദിവസത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസും കൂടെ ചെയ്ത് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോവാം. എലോങ് വിത്ത് ദിസ് ഓൾ മറ്റ് നമ്മുടെ സബ്ജക്ട്സും കൂടെ എന്ത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇതുപോലെ തന്നെ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഇനി വരുന്ന അറ്റംപ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.